ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു ചെറിയ മിനി വ്ളോഗായിട്ട് വന്നേക്കാണ്. ഇന്നൊരു വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു, വീക്കെൻഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഞാനും അജയും ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സയാനി വിളിച്ചിട്ട് പറയണത് സയാനിയും കൗശിക്കും നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ അജയുടെ കൊളീക്കാണ് സയാനി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് അവർക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം നൈറ്റ് അവരെന്തെങ്കിലും ഡിന്നർ കഴിച്ച് മൂവിയൊക്കെ കണ്ട് അങ്ങനെ പോവുള്ളൂ. അപ്പോൾ അവർ വന്നു. അവൾക്കൊരു പുതിയ ജോലി കിട്ടി, പുതിയ കമ്പനിയിൽ. കുറേ നാളായിട്ട് ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ IBMൽ ജോലി കിട്ടി, അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അവൾ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവളെ സന്തോഷത്തിൽ പങ്കുചേർന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് അന്ന് ഡിന്നറൊക്കെ കഴിച്ച്. ഞാൻ 2 ടൈപ്പ് ദോശ ഉണ്ടാക്കി അന്ന്, റാഗി ദോശയും നോർമൽ ദോശയും. കാരണം അവരത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, റാഗി ദോശയൊക്കെ. അപ്പം ഞങ്ങൾ വീട്ടിൽ എപ്പോഴും അമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇന്ന് ആ ദോശയും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി. ജയ് പിന്നെ റെഡ് ചട്നി വേണമെന്ന് പറഞ്ഞിട്ട് അതും ഞാൻ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ നൈറ്റ് എന്ത് മൂവിയാണ് കണ്ടേ? എമ്പുരാൻ മൂവിയാണെന്ന് തോന്നുന്നുണ്ട്. അവർ കൊൽക്കട്ടയിലുള്ളവരാട്ടോ, കൊൽക്കട്ടയിൽ രണ്ടുപേരും. അപ്പോൾ എമ്പുരാൻ മൂവി കണ്ടിട്ടില്ല, ചുമ്മാ കാണാമെന്ന് വിചാരിച്ചിട്ട് അത് നൈറ്റ്. പക്ഷേ ഫുള്ള് കണ്ടൊന്നുമില്ല, അപ്പോഴേക്കും ലേറ്റായി, അവർ പോയി. അപ്പോൾ കുറച്ച് നേരം മൂവിയൊക്കെ കണ്ട് അങ്ങനെ ദോശയൊക്കെ കഴിച്ചു. അങ്ങനെ ഇരുന്നു. അങ്ങനെ സംസാരിച്ച് എൻജോയ് ചെയ്ത് ആ ഒരു സാറ്റർഡേ അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരുന്നു. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് പ്രത്യേകിച്ച് നമ്മൾ പുതിയൊരു ഷോപ്പിൽ പോയിട്ട് നല്ല അടിപൊളി ദോശയൊക്കെ കഴിച്ചു, മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ അന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ദാൽ ചാവൽ അതൊക്കെ ഉണ്ടാക്കി. ഈവനിങ് ഒരു മൂവി കാണാൻ പോയി, നരിവേട്ട മൂവിയായിരുന്നു. അതെനിക്കിഷ്ടമായി, നല്ല അടിപൊളി മൂവിയായിരുന്നു. നൈറ്റ് വന്ന് മാഗിയൊക്കെ ഉണ്ടാക്കി, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ.